Hello SSLC students, welcome to RK classes and I am Aditya, your English buddy. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഒരു എക്സാമിനും ഉണ്ടാവില്ല. SSLCയിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റൈറ്റപ്പ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എസ് എ ഉണ്ടാവാറുണ്ട്. എസ് എയുടെ ഒരു ഷോർട്ട് ഫോം ആണ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് വേർഷൻ ആണ് അല്ലേ റൈറ്റപ്പ് എന്ന് പറയുന്നത്. നമുക്ക് 6 മാർക്കിനും 4 മാർക്കിനും ഒക്കെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ റൈറ്റപ്പ് എഴുതുമ്പോൾ വെറുതെ അങ്ങോട്ട് എഴുതിപ്പോയാൽ പോരാ. അല്ലെങ്കിൽ ഒരു സ്റ്റോറി ബേസ് ചെയ്ത് ചോദിച്ചാൽ ആ സ്റ്റോറിയിൽ ഇവന്റ്സോ സമ്മറിയോ എഴുതിയാൽ എന്ത് ചെയ്യില്ല, നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ റൈറ്റപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയോട് കൂടി സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഷോർട്ട് എസ് എ അല്ലെങ്കിൽ ഷോർട്ട് വേർഷൻ ഓഫ് എസ് എ ആണ് എന്ത് റൈറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് എയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ടൈറ്റിൽ വേണം, ഒരു ഇൻട്രൊഡക്ഷൻ വേണം, അത് കഴിഞ്ഞിട്ട് 2-3 പാരഗ്രാഫ്സ് വേണം ആൻഡ് ഒരു കൺക്ലൂഷൻ വേണം അല്ലേ. സോ ഇതേപോലെ തന്നെയാണ് നമ്മുടെ റൈറ്റപ്പ് വരുന്നത്. റൈറ്റപ്പിനും ടൈറ്റിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ത് ടോപ്പിക്ക് തന്നാലും നമ്മൾ ടൈറ്റിൽ എന്ത് ചെയ്യണം, എഴുതണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മളോട് ഒരു നരേഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടൈറ്റിൽ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം, റൈറ്റപ്പിൽ ടൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് 1 മാർക്ക് നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, ടൈറ്റിൽ എഴുതിയാൽ തന്നെ കിട്ടും. 1.5 മാർക്ക്. ഓക്കെ, മാർക്കിന് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് അതിനെന്ത് ചെയ്യുന്നുണ്ടാവും, കട്ടൗട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എപ്പോഴും റൈറ്റപ്പ് ചോദിക്കുക ഒരു തീം ബേസ്ഡ് ആയിട്ടായിരിക്കും, അല്ലാതെ ഒരു ചാപ്റ്ററിൽ ഇവന്റ്സ് ബേസ്ഡ് ആയിട്ടായിരിക്കില്ല എന്ത് ചെയ്യുക, നമ്മളോട് റൈറ്റപ്പ് ചോദിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു തീമിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റപ്പിൽ കൊടുക്കണം. അപ്പം പിന്നെ അത് മാത്രമല്ല, ആ ഫാക്ട്സ് ബേസ് ചെയ്തിട്ട് ആ തീമിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റപ്പ് എഴുതാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിലൊക്കെ ഇവൻസുകളൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് മിസ് പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യ ഈറ്റിക്കൽ എന്ത് ചെയ്തിട്ടുണ്ട്, റെഫ്യൂജീസിനെ പറ്റിയിട്ടും വാറിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു റൈറ്റപ്പ് ചോദിക്കുകയാണെങ്കിൽ റെഫ്യൂജി ക്രൈസിസിനെ പറ്റിയിട്ടും വാറിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ എഴുതിയിട്ട് ഇങ്ങനെ പിയാനിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, അതിൽ അൽത്തസ് ഫിൽസ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ ഒരു ബുക്കിൽ എന്താണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ കണക്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. പക്ഷെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, തീമിനാണ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ആ ഒരു ടോപ്പിക്കിനാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ വേണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2-3 സെന്റൻസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഒതുക്കുക, ആ ഒരു ടോപ്പിക്കിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ. പിന്നെ മെയിൻ ബോഡിയിൽ നിങ്ങൾക്ക് പാരഗ്രാഫ് വൈസ് എഴുതാൻ പറ്റും. അത് മാർക്ക് അനുസരിച്ചിട്ട് 2-3 പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, പാരഗ്രാഫ് തിരിച്ചിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോജിക്കൽ ഓർഡറിൽ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, അപ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, അത് കഴിഞ്ഞ് നമുക്ക് നേരെ കൺക്ലൂഡ് ചെയ്തിട്ട് പിന്നെ ആ ഒരു പോയിന്റ്സ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതണം. ഇപ്പോൾ റെഫ്യൂജീസിൻ്റെ ക്രൈസിസ് ആണെങ്കിൽ എന്താണ് റെഫ്യൂജി ക്രൈസിസ്, പിന്നെ ഇവരെന്തൊക്കെ പ്രോബ്ലംസ് അനുഭവിക്കുന്നു, അതെങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം, ഇതൊക്കെ ഓരോരോ പാരഗ്രാഫിൽ എഴുതിയിട്ട് ലാസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യണം, നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു ഷോർട്ട് പാരഗ്രാഫിൽ എഴുതണം അല്ലേ. സോ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ലോജിക്കൽ ഓർഡർ, ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിട്ട് ഉത്തരം എഴുതേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആൻസർ എഴുതി തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ഓരോ പാരഗ്രാഫിൽ, കൺക്ലൂഷനിൽ എന്തൊക്കെ പറയണം എന്നുള്ളത് മനസ്സിലൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് എഴുതാൻ വേണ്ടി തുടങ്ങുക. അല്ലെങ്കിൽ ആ ഒരു ഓർഡർ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരുപാട് ഫിഗറേറ്റീവ് ലാംഗ്വേജസ് ഒന്നും യൂസ് ചെയ്യേണ്ട റൈറ്റപ്പ് എഴുതുമ്പോൾ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആൻഡ് ടു ദ പോയിന്റ് ആയിട്ടുള്ള നല്ല ക്ലിയർ ലാംഗ്വേജിൽ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, റൈറ്റപ്പ് എഴുതാൻ ശ്രമിക്കുക. അല്ലാതെ ഒരുപാട് ഫിഗറേറ്റീവ് ലാംഗ്വേജസ്, പോയറ്റിക് ലാംഗ്വേജസ് ഒന്നും എന്ത് ചെയ്യാതിരിക്കുക, റൈറ്റപ്പിൽ യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ അത് വളരെ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കുറിപ്പാണ് അല്ലേ റൈറ്റപ്പ് എന്ന് പറയുന്നത്. സോ അവിടെ ഫിഗറേറ്റീവ് ലാംഗ്വേജിന് അത്ര എന്തില്ല, പെക്യുലാരിറ്റി ഇല്ല. സോ എന്ത് ചെയ്യുക, അങ്ങനെ എഴുതാണ്ടിരിക്കുക. സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ്, ടു ദ പോയിന്റ് ആയിട്ട് തീം ബേസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഫോർമൽ ടോൺ ആയിരിക്കണം, കാഷ്വൽ ടോൺ ആയിരിക്കരുത്. കാരണം വളരെ ഫോർമൽ ആയിട്ട് എഴുതുന്ന ഒരു കാര്യമാണ് നമ്മുടെ എസ്സേയും റൈറ്റപ്പ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ കാഷ്വൽ ലാംഗ്വേജ്, ഇൻഫോർമൽ ലാംഗ്വേജിൽ കഥ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൈറ്റപ്പ് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ലാംഗ്വേജ് ഫോർമൽ ആയിട്ട് തന്നെ ഫോളോ ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം, റെലവൻറ്റ് കോണ്ടന്റ് ആയിരിക്കണം. എന്താണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആ കോണ്ടന്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ റെയിനിനെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞാൽ റെയിൻബോ എത്തി, റെയിൻബോന്ന് സയൻസ് എത്തി, എങ്ങനെയാണ് മഴ ഉണ്ടാവണത് എന്നെത്തി, അങ്ങനെ ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്ത് പോവാതിരിക്കുക. ഇപ്പോൾ ഒരു റെഫ്യൂജി ക്രൈസിസിനെ പറ്റി ചോദിച്ചാൽ അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക,
എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കൺക്ലൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റപ്പ് എഴുതി കഴിഞ്ഞിട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ ടോപ്പിക്കൊക്കെ ഡിസ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തി വെക്കരുത്. ലാസ്റ്റ് അല്ലെങ്കിൽ അവസാനം നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുട്ടി പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. പിന്നെ കറക്റ്റ് ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ്, അതൊക്കെ മാർക്കിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒരുപാട് മാർക്കൊന്നും പോവില്ല. ഇപ്പൊ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ മാക്സിമം കറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രാമർ, ആ ഒരു സെന്റൻസ് സ്ട്രക്ചർ ഒക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പാരഗ്രാഫ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ഇപ്പോൾ ഒരു 6 മാർക്കിനാണെങ്കിൽ 2 പാരഗ്രാഫ് എഴുതുക. ഡിഫറെൻറ്റ് ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ടാവില്ലേ, അതിൽ ഒരു പാരഗ്രാഫ്, പിന്നെ അടുത്ത പാരഗ്രാഫ്, പിന്നെ ഒരു കൺക്ലൂഷൻ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ റൈറ്റപ്പിലും എസ്സേയിലും ഒക്കെ പാരഗ്രാഫ് വൈസ് തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, റൈറ്റപ്പിൽ എഴുതാനുള്ളത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദി ഏറ്റിക് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ഹൈലൈറ്റ്സ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് സർവൈവൽ ഇൻ ടൈംസ് ഓഫ് വാർ ആൻഡ് പെർസിക്യൂഷൻ. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ അവസ്ഥകൾ എന്ന് വെച്ചാൽ നാട് വിട്ടു പോകുന്നത്, സ്വന്തം നാട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറേണ്ടി വരുന്നത്, യുദ്ധം, മരണം, ഇതൊക്കെ ഇത്രയും വളരെ ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അല്ലേ. സോ റീഡ് ദിസ് പോസ്റ്റ് വിച്ച് അപ്പിയർഡ് ഓൺ സോഷ്യൽ മീഡിയ ഓൺ ദ ഒക്കേഷൻ ഓഫ് വേൾഡ് റെഫ്യൂജി ഡേ. അപ്പോൾ വേൾഡ് റെഫ്യൂജി ഡേൻ്റെ അന്ന് സോഷ്യൽ മീഡിയയിൽ അപ്പിയർ ആയിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റപ്പ് ബേസ്ഡ് ഓൺ ദ പ്രോബ്ലംസ് ഓഫ് റെഫ്യൂജീസ്. റെഫ്യൂജീസിന്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ട്, അവരെ പറ്റിയിട്ട്, അല്ലെങ്കിൽ റെഫ്യൂജി ക്രൈസിസിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാനാണ്, ഒരു റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ഹിൻസ് ഒക്കെ തരികയാണെങ്കിൽ ആ ഹിൻസ് എന്നൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പാരഗ്രാഫിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. The global refugee crisis is one of the humanity's most pressing issues, with millions displaced due to conflict, persecution and natural disasters. Just വായിച്ചു വിട്ടാൽ മതി. According to the United Nations High Commissioners for Refugees, over 80 million people have been displaced worldwide in recent years. ഏകദേശം 80 മില്യണോളം ആൾക്കാർ റീസെന്റ് ഇയേഴ്സ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ നാട് വിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. With nearly 26 million refugees seeking safety outside their country of origin, refugees have to face an uncertain future and are usually denied basic necessities such as food, shelter and health care. അപ്പോൾ അവർക്ക് ബേസിക് നെസസിറ്റീസ് ആയിട്ടുള്ള ഫുഡും ഷെൽട്ടറും ആരോഗ്യവും ഒക്കെ എന്തായിരിക്കുകയാണ്, ഡിനൈ ചെയ്തിരിക്കുകയാണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ്, concerns regarding the policies of various countries and the distribution of humanitarian aid are among the world's most pressing issues today. ഓക്കെ, അപ്പോൾ റെഫ്യൂജീസിന്റെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ട് ഒരു ചെറിയ പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പാരഗ്രാഫ് തരണം എന്നൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ടോ ബ്രാക്കറ്റിലായിട്ട്, അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ പാരഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റെഫ്യൂജീസിന് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ പറ്റിയിട്ട് നമുക്കൊരു റൈറ്റപ്പ് ഇവിടെ വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഹെഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു കണ്ടന്റിലേക്ക് നമ്മളെ ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ എത്തിക്കുന്ന പോലത്തെ ഒരു ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വാർ സ്റ്റീൽസ് ഹോം, ഹോപ്പ് ബിൽഡ്സ് ലൈഫ്സ്. ഓക്കെ, അപ്പോൾ നല്ലൊരു പോയറ്റിക്കൽ ആയിട്ടുള്ള, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കാച്ചി ആയിട്ടുള്ളൊരു ടൈറ്റിലാണ്. വാർ ഫോഴ്സസ് മില്യൺസ് ഓഫ് പീപ്പിൾ to leave their homes and search for safety in other places. അപ്പോൾ യുദ്ധങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് ആൾക്കാർക്ക് അവരുടെ വീട് നഷ്ടപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സേഫ്റ്റി അല്ലെങ്കിൽ നല്ല സെക്യൂർഡ് ആയിട്ടുള്ള പ്ലേസ് തേടി പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ദീസ് പീപ്പിൾ ആർ കോൾഡ് റെഫ്യൂജീസ്. അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു അല്ലേ, ആരാണ് റെഫ്യൂജീസ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്തു. ആ ഒരു ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദേ ലോസ് ദെയർ ഹോംസ്, ഫാമിലീസ്, ജോബ്സ് ആൻഡ് പീസ്ഫുൾ ലൈഫ്സ്. ദേ ആർ ഓഫൺ ഫോഴ്സ്ഡ് ടു ലീവ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ് വിത്ത് വെരി ഫ്യൂ ഫെസിലിറ്റീസ്. അപ്പോൾ അവർക്ക് അവരുടെ വീടും കുടുംബവും ജോലിയും എല്ലാം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ റെഫ്യൂജി ക്യാമ്പ്സിൽ അവർ ജീവിക്കേണ്ടി വന്നു. അപ്പോൾ ഇൻട്രൊഡക്ഷനെ ഇനി നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. അപ്പോൾ റെഫ്യൂജി ഫേസ് മെനി പ്രോബ്ലം. റെഫ്യൂജീസ് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ദേ ഡു നോട്ട് ഹാവ് ഇനഫ് ഫുഡ്, ക്ലീൻ വാട്ടർ, പ്രോപ്പർ ഷെൽട്ടർ ഓർ ഹെൽത്ത് കെയർ. ഒന്നാമത്തെ പ്രോബ്ലം എന്താണ്, അവർക്ക് ബേസിക് നെസസിറ്റീസ് ആയിട്ടുള്ള ഫുഡും വാട്ടറും പ്രോപ്പർ ഷെൽട്ടറും ഹെൽത്ത് കെയർ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. Many children cannot go to school and suffer from fear and sadness because of the violence they have seen. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പിന്നെ ആ വയലൻസ് നേരിട്ടുകൊണ്ട് ഒരുപാട് കുട്ടികളൊക്കെ ട്രോമറ്റൈസ്ഡ് ആണ് അല്ലെ, ട്രോമയിലാണ്, വളരെ വിഷമത്തിലും ഡിപ്രസ്ഡും ഒക്കെ ആണ് എന്നാണ് പറയുന്നത്. Some refugees also face discrimination and are not welcomed in the countries where they seek safety. അപ്പോൾ ചില കൺട്രീസിൽ റെഫ്യൂജീസിന് എന്ത് ചെയ്യില്ല,
എലോ ചെയ്യില്ല അല്ലെ. അവരുടെ സേഫ്റ്റിന്റെ ഭാഗമായിട്ട് അവർ പല കൺട്രീസിലേക്ക് പോകുന്നുണ്ടാവും. അപ്പൊ അവിടെ ചില കൺട്രീസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം അവരെന്തില്ല റെഫ്യൂജീസിനെ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ അവരിങ്ങനെ ഒരു സെക്യൂർഡ് അല്ലാതെ സേഫ്റ്റി ഇല്ലാതെ അങ്ങനെ നടക്കുക എന്നാണ് പറയുന്നത്. ഫൈൻഡിങ് വർക്ക് ആൻഡ് സ്റ്റാർട്ടിങ് എ ന്യൂ ലൈഫ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദം. ഓക്കെ, അപ്പൊ ഒരു പുതിയ ജീവിതം തുടങ്ങാനും അതുപോലെ തന്നെ ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളതൊക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ദ വേൾഡ് ഷുഡ് കം ടുഗെദർ ടു ഹെൽപ്പ് റെഫ്യൂജീസ്. ഇനി എന്ത് ചെയ്യണം, നമ്മളൊരു കൺക്ലൂഷനിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 2 പാരഗ്രാഫ് ഒക്കെ എഴുതട്ടെ, മാർക്കിനനുസരിച്ച് ചെയ്ത്. അപ്പൊ 4 മാർക്കിനൊക്കെ ആണെങ്കിൽ ഇത്ര തന്നെ എഴുതിയാൽ മതി. ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു പാരഗ്രാഫ്, ഒരു കൺക്ലൂഷൻ, അങ്ങനെ എഴുതിയാൽ മതി. 6 മാർക്കൊക്കെ ആകുമ്പോൾ 2 പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യുക. സോ ദ വേൾഡ് ഷുഡ് കം ടുഗെദർ ടു ഹെൽപ്പ് റെഫ്യൂജീസ്. Governments and humanitarian organizations should provide food, shelter, education, medical care and protection. Every refugee deserves to live with safety, dignity and hope. By showing kindness and support, we can help them rebuild their lives and create a better futures. വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഇതിന്റെ മീനിങ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെന്റ്സും ഓർഗനൈസേഷൻസും ഒക്കെ എന്ത് ചെയ്യണം, ഇവരുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കണം. അവർക്ക് വേണ്ടിയിട്ടുള്ള നെസസിറ്റീസ് കൊടുക്കണം. കൈൻഡ്നെസ്സും സപ്പോർട്ടും കൊടുത്തിട്ട് അവർക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൈറ്റപ്പ് എഴുതാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പിക് തന്നെ ആവണം എന്നില്ല. എന്നാൽ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഓരോ യൂണിറ്റിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ചാനലില്. സോ ആ വീഡിയോസിൽ ആ യൂണിറ്റ് ഇൻട്രൊഡക്ഷനിൽ എന്ത് തീമിനെ പറ്റിയിട്ടാണ്, മൊത്തത്തിൽ ആ ഒരു യൂണിറ്റ് എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ യൂണിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള തീമോ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള തീമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ റെഫ്യൂജി ക്രൈസിസിനെ പറ്റി പറയുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വാറിനെ പറ്റി പറയുന്നതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റൈറ്റപ്പ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എപ്പോഴും ഒരു തീം ബേസ്ഡ് ആയിരിക്കും. ചാപ്റ്ററിന് സ്പെസിഫൈ ചെയ്ത് ചോദിക്കാതെ കൂടുതലും തീം ബേസ്ഡ് ആയിട്ടും ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എന്നാൽ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അനോട്ടേഷൻസ് പോലെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഡയലോഗ് വെച്ചിട്ട് ഇത് എന്താ മീൻ ചെയ്യുന്നത് എന്നുള്ള പോലെയും റൈറ്റപ്പ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ വന്നാലും ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി കേട്ടോ. സോ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാൻ, താഴെ നിങ്ങളുടെ വലിയേറിയ കമന്റ്സ് തരാം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനിയും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള വീഡിയോസ് അയച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ലവ് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.